ഈ സഭയിലുണ്ടായ വഴക്ക് ഇന്ന് തുടങ്ങിയതല്ല. അപ്പസ്തോലന്മാരുടെ ഇടയിലും വഴക്കുകളൊക്കെ ഉണ്ടായി. ആദ്യത്തെ വഴക്ക് എന്താണെന്ന് നിങ്ങൾക്കറിയാലോ അല്ലേ? ആദ്യത്തെ വഴക്ക് യാക്കോബ് പത്രോസ് ഒരു ഗ്രൂപ്പ്, പൗലോസ് ബർണബാസ് ഗ്രൂപ്പ്. വിജാതിയരിൽ നിന്നും ക്രിസ്ത്യാനികളാകുമ്പോൾ പൗലോസും ബർണബാസും പറഞ്ഞു ക്രിസ്ത്യാനി ആവണമെങ്കിൽ വിശ്വാസമാണ്, അവർക്കും പരിശുദ്ധാത്മാവിനെ ദൈവം കൊടുത്തിട്ടുണ്ട്. യാക്കോബിൻ്റെ നേതൃത്വത്തിൽ ടീം പറഞ്ഞു പത്രോസിൻ്റെ ഉള്ളുകൊണ്ട് അവിടെയാണ് താല്പര്യം. അപ്പോൾ പറഞ്ഞു ആദ്യം യഹൂദനാവണം, പരിച്ഛേദന കർമ്മം നടക്കണം, എന്നിട്ടേ ക്രിസ്ത്യാനി ആവാൻ പറ്റുള്ളൂ. നല്ല വഴക്ക് തന്നെയാണ്. ഏകദേശം ഞാൻ ലിറ്റർജിയുടെ വഴക്ക് തോന്നുമ്പോൾ എനിക്ക് ഇതുപോലെ തന്നെയാണ്. ഞങ്ങൾ പറയുന്നതാണ് ശരി, ജനാഭിമുഖമാണ് ശരി, അൽത്താരൂപികമാണ് ശരി, ചങ്ങനാശ്ശേരിയാണ് ശരി, എറണാകുളമാണ് ശരി, ഇപ്പോൾ ഞാൻ തൃശ്ശൂരായതുകൊണ്ട് തൃശ്ശൂരാണ് ശരി എന്നൊക്കെ പറയുന്ന കുറേ പേരുണ്ട്. ഇത് കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? അവർ സെഹിയോൻ ശാലയിൽ പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവിനെ കേട്ടു. അത് കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് നിന്നാണ് അപ്പസ്തോല പ്രവർത്തനങ്ങളെ 15-ാമത്തെ അധ്യായത്തിലെ 7-ാമത്തെ വാക്യം. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയിൽ പത്രോസിന് ഒരു സ്വപ്നത്തിൽ കൂടെ പ്രത്യക്ഷപ്പെടലും ഇങ്ങനെ എല്ലാ വസ്തുക്കളും ഭക്ഷിച്ചോളനൊക്കെ പറയുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം പത്രോസിന് വെളിപ്പെടുത്തി. പത്രോസ് എഴുന്നേറ്റ് എന്ന് പറഞ്ഞു വിശ്വാസത്തിനാണ് പ്രാധാന്യം. പത്രോസ് തീരുമാനം പറഞ്ഞു. പത്രോസ് തീരുമാനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ സിനോഡാലിറ്റിയിൽ പരിശുദ്ധാത്മാവിന്, അതാണ് മത്തായി 15:28 പരിശുദ്ധാത്മാവിന് ഞങ്ങൾക്കും തോന്നി എന്ന് പറയണേ. പത്രോസ് പരിശുദ്ധാത്മാവിന് ഞങ്ങൾക്കും തോന്നി എന്നുള്ള തീരുമാനം അറിയിച്ചപ്പോൾ എല്ലാവരും സ്വീകരിച്ചു. ഇതാണ് ആദിമസഭ മുതൽ ഇന്ന് വരെയുള്ള കാര്യം. ഇപ്പം ഈ ആരാധനാക്രമ വിഭാഗത്തിൽ അതിൻ്റെ ദൈവശാസ്ത്രമൊക്കെ എല്ലാവർക്കും സൗകര്യം പോലെയൊക്കെ വ്യാഖ്യാനിക്കാനൊക്കെ കുറേയൊക്കെ പറ്റും. തീരുമാനങ്ങളൊക്കെ എൻ്റെ തീരുമാനം എന്ന് പറയാം. പക്ഷെ സഭയുടെ കൂട്ടായ്മ നിലനിൽക്കണമെങ്കിൽ യേശുവിനോട് ചേരണം. യേശുവിനോട് ചേർന്ന് നിൽക്കുന്ന അവയവമാണെങ്കിൽ, ചേർന്ന് നിൽക്കുന്ന തായ്താനോട് ചേർന്ന് നിൽക്കുന്ന ശിഖരമാകണമെങ്കിൽ, ഇടയനോട് ചേർന്ന് നിൽക്കുന്ന അജഗണമാകണമെങ്കിൽ, യേശുവാകുന്ന മൂലക്കള്ളിൽ പണിയപ്പെട്ട ഭവനമാകണമെങ്കിൽ, യേശുവാകുന്ന മണവാളിനോട് ചേർന്ന് നിൽക്കുന്ന മണവാട്ടിയാകണമെങ്കിൽ യേശു അതിന് നൽകിയ മാർഗം തൻ്റെ ശിഷ്യന്മാർ പത്രോസിനോട് ചേർന്ന് നിൽക്കണം.